വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീഡിയോയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് മാർച്ച് മാസം 2026 ഇറങ്ങിയ സിനിമകളുടെ ഒരു ഡീറ്റെയിൽ അനാലിസിസിലാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ പടം സംഭവം അധ്യായം 1. അഷ്കർ അലി, വിനീത് കുമാർ എന്നിവരെ വെച്ച് വളരെ ചെറിയ ബഡ്ജറ്റിൽ എടുത്തൊരു പടം. ഒരു ഹൈപ്പുമില്ലാതെ വന്നതാണ്. പക്ഷേ സൗണ്ട് ഡിസൈനും മേക്കിങ്ങും തിയേറ്ററിൽ ആളുകളെ ഞെട്ടിച്ചു. സാധാരണ മലയാളത്തിൽ കാണാത്ത ഒരു ടൈം ലൂപ്പ്. പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ ഡയറക്ടർ ജിത്തു സതീഷ് ഇത് ഒരുക്കിയിരിക്കുന്നു. വലിയ ബോക്സ് ഓഫീസ് തരംഗം ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും കുറഞ്ഞ ബഡ്ജറ്റിലായതുകൊണ്ട് തന്നെ OTTയിൽ കിട്ടിയ വൻ പാൻഡിനെ റീച്ച് കണ്ടും പടം അത്യാവശ്യം മോശമില്ലാതെ തന്നെ റീച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്നും പ്രതീക്ഷിക്കാതെ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സംഭവം എന്നത് മൂവി. രണ്ടാമത്തെ പടം ആട് 3. മാർച്ച് മാസത്തിലെ ഏറ്റവും വലിയ മാസ് റിലീസായിരുന്നു ആട് 3. കുറേ നാൾക്ക് ശേഷം ജയസൂര്യയുടെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമ കൂടിയായിരുന്നു ആട് 3. ഷാജി പാപ്പൻ്റെയും ഗ്യാങ്ങിൻ്റെയും 3ാം വരവായിരുന്നു. ട്രെയിൻ ട്രാവലറും ഫാൻറ്റസിയും ഒക്കെ വലിയ ഹൈപ്പിലൂടെയാണ് പടം വന്നത്. വന്ന പാടെ 3 ദിവസം കൊണ്ട് തന്നെ സിനിമയുടെ ബഡ്ജറ്റ് തിരിച്ചു പിടിച്ചു 100 കോടി ക്ലബിലും കയറി. ബോക്സ് ഓഫീസിൽ മെഗാ ഹിറ്റാണ്, ഒരു സംശയമില്ലാതെ ഹിറ്റടിച്ച സിനിമയാണ് ആട് 3. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ആട് 3 പ്രേക്ഷകർ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിയോ? സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ഇത് മിക്സഡ് റെസ്പോൺസ് പടത്തിന് കിട്ടിയതുകൊണ്ട് നമ്മൾ ആട് 2 പോലെ തന്നെ ഫുൾ കോമഡി പ്രതീക്ഷിച്ച് പോയാൽ ചിലപ്പോൾ നിരാശ അനുഭവപ്പെടാം. പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് പടം നിർത്തിയ പോലെ ഒരു ഫീല്, എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് തീർന്നു എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഹാഫ് ആയിട്ടുള്ളൂ, ബാക്കി പടം അടുത്ത പാർട്ടിലാണ് കാണിക്കണേന്ന്. അപ്പം ആട് 4 വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത എത്തത്തുള്ളൂ. ഓക്കെ, അടുത്ത് ഞാൻ പറയുന്ന സിനിമകൾ വലിയ പ്രതീക്ഷയോടെ വന്ന് തിയേറ്ററിൽ പാളിപ്പോയ സിനിമയാണ്. അതിനാദ്യത്തത് നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ്റെ കൂട്ടുകെട്ടിൽ വന്ന പ്രതിച്ഛായ. പടം പൊട്ടിയാൽ സംവിധാനം നിർത്തുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ സാർ പറഞ്ഞതുകൊണ്ട് ഭയങ്കര പ്രതീക്ഷയിലായിരുന്നു ആളുകൾ ട്രെയിലറൊക്കെ കാണാൻ ഒരു ഗ്രാൻഡ് ഫീലൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അടിപൊളി പൊളിറ്റിക്കൽ ത്രില്ലർ വരുമെന്ന് കരുതിയെങ്കിലും ഫസ്റ്റ് ഡേ തന്നെ ബിലോ ആവറേജ് റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. അമിതമായ BGMഉം കഥയിലെ കൊള്ളില്ലാത്ത അവസ്ഥയും പടത്തെ പിന്നോട്ടോടിച്ചു. അടുത്തതായി ധ്യാൻ ശ്രീനിവാസൻ്റെ ഭീഷ്മം. സ്ഥിരം ധ്യാൻ പടങ്ങളെപ്പോലെ തന്നെ വന്ന് പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ നിന്നും വാഷൗട്ടായ പടമാണ് ഭീഷ്മവും. അടുത്തത് ഡർബി. വലിയ ബഡ്ജറ്റിൽ ഇറങ്ങിയ ക്യാമ്പസ് ആക്ഷൻ പടമാണ് ഡർബി. ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റികളെ വെച്ച് ചെയ്ത പടമാണ് ഡർബി. പക്ഷേ ഇമോഷണൽ കണക്ഷൻ ഇല്ലാതെ വെറും അടിയും പാട്ടും മാത്രമായി പോയി പടം. ഓൺലൈൻ മാധ്യമങ്ങളെ എക്സ്പോസ് ചെയ്തൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കിയെങ്കിലും തിയേറ്ററിൽ പടം വീണുപോയി. ഇത് കൂടാതെ മാർച്ച് മാസത്തിൽ ഇറങ്ങിയ പടങ്ങളുടെ പോസ്റ്ററുകൾ ഞാനിവിടെ കാണിക്കാം. ഈ പടങ്ങളൊക്കെ ഇറങ്ങിയതും തിയേറ്ററിൽ വന്നതും പോയതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഈ പടങ്ങളെല്ലാം തിയേറ്ററിൽ തകർന്നടിഞ്ഞ സിനിമകളാണ്.